മുതലപ്പുഴ വിഷയത്തിൽ ചിറയൻകീഴ് MLA വി ശശിയുടെ ഓഫീസിലേക്ക് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ മാർച്ച് നടത്തുന്നു. DKTF മാർച്ചിൽ സംഘർഷമുണ്ടായി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. മത്സ്യബന്ധനം മുടങ്ങിയിട്ടാണെങ്കിൽ ദിവസങ്ങളാകുന്നു. ഇപ്പോഴൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക്, കൂടുതൽ വലിയ രീതിയിലുള്ള പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു അവർ. വിശദാംശങ്ങൾ എന്താണ് മേഘന? റീജിത്ത്, ഇന്ന് 12ാം ദിവസമാണ് മുതലപ്പുഴയിൽ മത്സ്യബന്ധനം നിർത്തിവെച്ചിട്ട്. ഒരുപാടധികം മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം, അതായത് കടലിൽ പോകാൻ കഴിഞ്ഞിട്ട് ദിവസങ്ങളാകുന്നു. അതിനെതിരെയാണ് വലിയ രീതിയിൽ രാഷ്ട്രീയ സംഘടനകളടക്കം പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. അതിൽ നേരത്തെ തന്നെ ജനങ്ങൾ ആരോപിച്ചിരുന്നത്, ഇതിൽ ജനങ്ങളുടെ ഒരു ആരോപണം എന്ന് പറയുന്നതും സർക്കാരിന്റെ കാര്യത്തിൽ ഇതിലൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് ഈ മുതലപ്പുഴയിലെ പൊഴി അടയുന്ന വിഷയങ്ങളിലടക്കം ആദ്യഘട്ടത്തിൽ തന്നെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ചിറയൻകീഴ് MLA വി ശശിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അതിൽ പ്രധാനമായും നേരത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷനും കോൺഗ്രസും സംയുക്തമായി മാർച്ച് നടത്തുന്നത്. ആദ്യം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതിനിടയിലാണ് MLA ഓഫീസിലേക്ക് തന്നെ മതിൽ ചാടി കടന്നുകൊണ്ട് പ്രവർത്തകർ, സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഒരു പ്രതിഷേധം അറിയിച്ചത്. അതിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്നതും ചിറയൻകീഴ് MLAയുടെ ഭാഗത്തുനിന്നടക്കം വലിയ തരത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അനാസ്ഥ തന്നെയാണ് ഇത്ര വലിയൊരു വിഷയത്തിലേക്ക്, അതായത് മുതലപ്പുഴയിലെ ഈ ഒരു മണൽ പൊഴി മുഴുവനായി മൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് MLAയുടെ അടക്കം അനാസ്ഥയാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഇവിടുത്തെ ജനങ്ങളടക്കം ആദ്യഘട്ടത്തിൽ തന്നെ വർഷങ്ങളായി തന്നെ ഈ കാര്യം പറയുന്നു. കാരണം 179 മരണങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. നേരത്തെ തന്നെ ഈ പൊഴി അടയും എന്നുള്ള കാര്യം, അനധികൃതമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ത്രീകളടക്കമുള്ളവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. അവർ മതിൽ ചാടി MLA ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചവരാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോയിരുന്നുവെങ്കിലും പിന്നീട് പോലീസ് ഇടപെട്ട് അവരെ മാറ്റുകയായിരുന്നു. പിന്നീട് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് വരികയും ഈ മതിൽ കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നതും ഈ വി ശശി MLA കൃത്യമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ MLA അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്നത്. അതിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് മാർച്ചും സംഘർഷഭരിതമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയമായി തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം ഏറ്റെടുക്കാൻ തന്നെയാണ് പോകുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ചർച്ചകൾക്ക് ശേഷം ഈ മത്സ്യത്തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അതിൻ്റെ പേരിലൊരു ഏറ്റുമുട്ടലിനൊന്നും തയ്യാറാകാതെ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സമവായത്തിലൂടെ പ്രശ്നത്തിനുള്ള പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷ സർക്കാർ വെച്ചു പുലർത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചയ്ക്കുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ അനുകൂലമായൊരു തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണം എന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇടയിലാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ വി ശിവൻകുട്ടിയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഈ മുതലപ്പുഴയെ ഒരു കലാപ പ്രദേശമാക്കണം എന്ന നിലപാടിലാണ് UDF ഉള്ളത് എന്ന വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുമ്പോൾ. മേഘന, തീർച്ചയായും അതിൽ പ്രധാനമായും ഈ സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത്, സർക്കാർ ഇതൊരു സമവായത്തിലേക്ക് എത്തിക്കണം, അതായത് ഈ പൊഴി മുറിച്ചുകൊണ്ട് താൽക്കാലിക ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പൊഴി മുറിക്കാനുള്ള സാധ്യതകളടക്കം, അതായത് പൊഴി മുറിച്ച് താൽക്കാലികമായി ഒരു ബോട്ടിനെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിൽ പൊഴി മുറിക്കുക. കാരണം ഈ പൊഴി ഇങ്ങനെ തുടരുന്നത് വലിയ രീതിയിൽ ഈ മറ്റ് പഞ്ചായത്തുകളിലേക്കും വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് മത്സ്യത്തൊഴിലാളികൾ അനുവദിച്ചില്ല. കാരണം മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവർ കൃത്യമായും ഇതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഈ പൊഴി മുറിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യാതെ, വലിയ ഡ്രഡ്ജർ കൊണ്ടുവന്ന് നീക്കം ചെയ്യാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്ന് അവിടെ സംയുക്ത സമരസമിതിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു സമരപരിപാടി ശക്തമാക്കാൻ തന്നെയാണ് ഈ സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കാരണം അവർ പറയുന്നത് അവരുടെ ഉപജീവന മാർഗമാണ്. അവർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല, മറിച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടെ 100-ലധികം മരണങ്ങൾ ഉണ്ടായതാണ്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഉപജീവന മാർഗം തടഞ്ഞതാണ്. അതിൽ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ
ഒരു നടപടി എടുത്തില്ല, അതിനുശേഷം താൽക്കാലികമായ ഒരു നടപടിയിലേക്ക് പോയാൽ പോരാ, മറിച്ച് അവിടെ കൃത്യമായ ഒരു പരിഹാരം വലിയ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് പൂർണ്ണമായും മണൽ നീക്കം ചെയ്യണം എന്ന് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അല്ലാതെ പൊഴി മുറിക്കാൻ താൽക്കാലികമായി പൊഴി മുറിച്ചുകൊണ്ട് ഒരു ബോട്ടിനെ അനുവദിക്കുക അല്ലെങ്കിൽ ഈ വെള്ളം കയറാതിരിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് സർക്കാരിനെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതായത് ഈ ആൾക്കാർ കളക്ടറുടെ ഉത്തരവടക്കം കൊണ്ട് ഈ പൊഴി മുറിക്കാൻ അധികൃതർ എത്തുകയും പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. എന്തായാലും സംയുക്ത സമര സമിതിയുടെ യോഗം മുതലപ്പുഴയിൽ തുടരുകയാണ്. അതിനുശേഷം സമര പരിപാടി ശക്തമാക്കാൻ തന്നെയാണ് സംയുക്ത സമര സമിതി ഇന്ന് മുതൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക്, ശക്തമായ പ്രതിഷേധത്തിലേക്ക്, സമരത്തിലേക്ക് കടക്കാനാണ് മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില പ്രതിപക്ഷ സംഘടനകൾ കൂടി ആ വിഷയം ഏറ്റെടുക്കുന്നുണ്ട്, പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തുണ്ട്.